ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാൽ ഒരാൾ ജനിക്കുമ്പോൾ അയാൾ ആരുടെ കൈകൊണ്ട് കൊല്ലപ്പെടുമെന്നുള്ളത് അയാളുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ലോകേഷ് കനകരാജ് പറയുന്നത്. കൂലി എന്ന സിനിമയിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന കാര്യം വ്യക്തമായി അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അവിടെ. തന്റെ ഈ സിനിമയിൽ കുറെ പേർ കൊല്ലപ്പെടാൻ പോവുകയാണെന്നും പ്രേക്ഷകർ അത് കാണാൻ തയ്യാറായി വന്നാൽ മതി എന്നാണ് തന്റെ ട്രെയിലറിലൂടെ അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു രജനീകാന്ത് സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. ലോകേഷിനാകട്ടെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് സിനിമയും കൂടിയാണ്. വയലൻസ് കാണിക്കുന്നതിന്റെ കാര്യത്തിൽ ലോകേഷ് സിനിമകളെല്ലാം തന്നെ ഇതുവരെ ഒട്ടും പിന്നിലുമല്ല. എന്നിട്ടും ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അത് ഒരു പക്ഷേ വയലൻസിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. എന്നാൽ ഈ ട്രെയിലർ കാണുമ്പോൾ അത് അത്ര വയലന്റ് ആയി തോന്നുന്നുമില്ല. തീ പാറുന്ന തോക്കുകളും ബോംബുകളുടെ ഉഗ്ര സ്ഫോടനങ്ങളൊന്നും തന്നെ ഈ ട്രെയിലറിൽ നമുക്ക് ദൃശ്യമാകുന്നില്ല. എന്നാൽ തോക്കിനും ബോംബിനും അപ്പുറം കത്തിയും കടാരയും വാളും ചങ്ങലയുമെല്ലാം ആയുധമാവുമ്പോൾ ഒരുപാട് വെട്ടും കുത്തും പറിച്ചു കീറലും വലിച്ചെറിയലുമെല്ലാമായിരിക്കും നമ്മൾ ഇവിടെ ഇനി കാണാൻ പോകുന്നത്. ഒരു ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന കാഴ്ചയായിരിക്കും തിയേറ്ററിൽ സ്ക്രീനിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുക. മനുഷ്യ ശരീരങ്ങളെ പച്ചയ്ക്ക് വെട്ടിയും കുത്തിയും അരിഞ്ഞും എത്രമാത്രം ഭീകരമാക്കി നമ്മുടെ മുന്നിൽ കാണിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു വയലൻസ് ട്രെൻഡിന്റെ ഭാഗമായി തന്നെയായിരിക്കും ഈ രജനീകാന്ത് സിനിമയും മുന്നോട്ട് പോവുക. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ട്രെയിലറിൽ ഇതിന്റെയൊന്നും യാതൊരു സൂചനയും കാണിക്കുന്നുമില്ല. മാത്രമല്ല പൊതുവെയുള്ള ബിഗ് ബഡ്ജറ്റ് സൂപ്പർ സ്റ്റാർ പടങ്ങളുടെ ട്രെയിലറിൽ കാണിക്കുന്നത് പോലെയുള്ള ഒരു ഹൈപ്പ് ഈ ട്രെയിലറിൽ കാണാനുമില്ല. ഇങ്ങനെ തങ്ങളുടെ സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് കൊടുക്കാതെ ട്രെയിലർ ഇറക്കിയതിന്റെ ഉദ്ദേശം തന്നെ ഒരുപക്ഷെ ഹ്യൂജ് എക്സ്പെക്ടേഷനുമായി തങ്ങളുടെ സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടും കൂടിയായിരിക്കും. കാരണം മിക്ക സൂപ്പർ സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് പടങ്ങളും ട്രെയിലർ നൽകുന്ന ഹ്യൂജ് എക്സ്പെക്ടേഷൻ തിയേറ്ററിൽ നിലനിർത്താനാവാതെ തകർന്നടിഞ്ഞത് സ്ഥിരം കാഴ്ചയിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. സൂപ്പർ സ്റ്റാർ പടങ്ങളിൽ അവരുടെ സാന്നിധ്യം തന്നെ ഒരു ഹ്യൂജ് എക്സ്പെക്ടേഷന് കാരണമാണ്. ട്രെയിലർ ആ ഹ്യൂജ് എക്സ്പെക്ടേഷനെ വീണ്ടും ഹൈപ്പ് ചെയ്യുന്ന രീതിയിൽ വന്നപ്പോൾ മിക്കപ്പോഴും അത് പരാജയത്തിലേക്കാണ് കൂപ്പുകുത്തിയത്. നമ്മുടെ മലയാളത്തിലാണെങ്കിൽ എമ്പുരാനെല്ലാം അതിനൊരു ഉദാഹരണമാണ്. അതിനുശേഷമാണ് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ ഇറങ്ങിയത്. തുടരും എന്ന സിനിമയുടെ ട്രെയിലർ അതിന്റെ യോണർ പോലും മറച്ചു വെച്ചുകൊണ്ട് പുറത്തിറക്കിയതായിരുന്നു. വലിയ പ്രതീക്ഷയില്ലാതെ തിയേറ്ററിലെത്തിയ കാണികൾക്ക് അപ്രതീക്ഷിതമായി കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ അത് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ എക്സൈറ്റ്മെന്റ് നിയന്ത്രണാതീതമായിരുന്നു. മലയാള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി അങ്ങനെ ആ സിനിമ മാറുകയും ചെയ്തു. ലോകേഷ് കനകരാജും ആ ഒരു പാത പിന്തുടർന്നുകൊണ്ടായിരിക്കാം ഈ സിനിമയുടെ ട്രെയിലറും പുറത്തിറക്കിയതെന്ന് തോന്നുന്നു. ഒരു സിനിമയുടെ പതിവ് ട്രെയിലറിനും അപ്പുറം ഈ ട്രെയിലർ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിലെ ഓരോ ഭാഷയിലുമുള്ള പ്രശസ്തരായ താരങ്ങളെ അണിനിരത്തുന്ന ഈ സിനിമയിൽ അവരുടെയൊക്കെ പ്രസൻസ് ഈ ട്രെയിലറിൽ വരുന്നുണ്ട്. മലയാളത്തിലെ സ്വാബിനും തെലുങ്കിൽ നാഗാർജുനയും കന്നഡയിൽ ഉപേന്ദ്രയും ഹിന്ദിയിൽ സാക്ഷാൽ അമീർ ഖാനുമെല്ലാം ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട്. അവർക്കെല്ലാം ട്രെയിലറിൽ വേണ്ടത്ര സ്പേസ് കൊടുത്തപ്പോൾ നായകനായ രജനീകാന്തിന് വേണ്ടത്ര ഹൈപ്പ് കൊടുക്കാതെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും, എന്നാൽ രജനീകാന്ത് കഥാപാത്രം എന്തെല്ലാമോ നിഗൂഢതകളുള്ള ഒരു കഥാപാത്രമാണെന്നുള്ളതിന്റെ സൂചനകളും ഈ ട്രെയിലറിൽ ധാരാളം വരുന്നുണ്ട്. ഇവിടെയുള്ള 14,400 പേരിൽ നിന്നും എനിക്ക് വേണ്ടത് ആ ഒരേ ഒരു കൂലിയെ ആണെന്ന് സൗബിന്റെ കഥാപാത്രം അട്ടഹസിക്കുന്നത് രജനീകാന്തിന്റെ നായകൻ എന്തെല്ലാമോ ഒളിഞ്ഞു കിടക്കുന്ന ഒളിച്ചു വെക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് സൂചന തരുന്നു. കൂലിയുടെ ട്രെയിലർ എത്ര ഹൈപ്പ് കുറച്ചെടുത്താലും രജനീകാന്ത് എത്ര ഡൗൺ ടു എർത്ത് കഥാപാത്രമാണെന്ന് പറഞ്ഞാലും പ്രേക്ഷകർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കൈദിയും വിക്രമും ലിയോയും കടന്നു വരുന്ന ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് നൽകുന്ന ഹ്യൂജ് എക്സ്പെക്ടേഷൻ രജനീകാന്ത് എന്ന ഇന്ത്യൻ സിനിമയിലെ പവർ ഹൗസിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് തിരിച്ചറിയാൻ പോകുന്ന സിനിമയായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവിടെയുള്ള പ്രേക്ഷകർക്ക് മുഴുവനുള്ളത്. മോഹൻലാലിന് തുടരുമെന്ന പോലെ പുതിയ കാലത്തിൽ രജനീകാന്തിന് അതിന് കൂലിയും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ സമൂഹത്തിന്റെ നമസ്കാരം.